നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 2026 ജൂൺ 2-ാം തീയതി വെളുപ്പിന് 1:48 മൂലം നക്ഷത്രത്തിലാണ് വ്യാഴം സംഗമിക്കുന്നത്. മേടരാശിക്കാരുടേത് മുതൽ കന്നിരാശിക്കാരുടേത് വരെയുള്ള വ്യാഴമാറ്റ ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോയിൽ പറയുന്നത് തുലാം രാശിക്കാരുടെ വ്യാഴമാറ്റത്തെ പറ്റിയാണ്. ചിത്തിരയുടെ അര, ചോതി, വിശാഖത്തിൻ്റെ 3/4 നക്ഷത്രക്കാർ അടങ്ങിയവരാണ് തുലാം രാശിയിൽ വരുന്നത്. 2026 ജൂൺ 2 ദേവഗുരുവായ വ്യാഴം മിഥുനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇത് 10ാം ഭാവമാണ്. പൊതുവേ ജ്യോതിഷത്തിൽ 10ൽ വ്യാഴം വന്നാൽ 19 പാടുപെടും എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ ഇത്തവണ 10ാം ഭാവത്തിൽ വരുന്നത് സാധാരണ വ്യാഴമല്ല, മറിച്ച് ഏറ്റവും ബലവാനായ ഉച്ചവ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്തിര, അര, ചോതി, വിശാഖത്തിൻ്റെ 3/4 നക്ഷത്രക്കാർക്ക് യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ദോഷങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു രാജയോഗ സമാനമായ സംക്രമണമാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ ഉച്ചമാറ്റം നിങ്ങളുടെ വിവാഹം, വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തികം തുടങ്ങിയ സർവ്വകാര്യങ്ങളെയും എങ്ങനെ ബാധിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ലഭിക്കും, ഇതിൻ്റെ യഥാർത്ഥ ഫലങ്ങളും ലളിതമായ പരിഹാരങ്ങളും എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഏതായാലും അത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ, ലോകം നന്നായിരിക്കട്ടെ, എല്ലാ ജീവചരാചരങ്ങൾക്കും വ്യാഴത്തിൻ്റെ ഈ മാറ്റം കൊണ്ട് സൽഫലങ്ങളും അഭിവൃദ്ധിയും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നു. ആദ്യം തന്നെ 10ാം ഭാവത്തിൻ്റെ പ്രധാന മേഖലയായ കർമ്മ രംഗത്തെക്കുറിച്ച് തന്നെ പറയാം. വ്യാഴം കർമ്മസ്ഥാനത്ത് ഉച്ചനാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. തൊഴിൽ രംഗത്ത് ദീർഘകാലമായി നിങ്ങൾ കാത്തിരുന്ന സ്ഥാനക്കയറ്റം, ഉന്നതി ലഭിക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്തരത്തിലുള്ള ബിസിനസ് ആയാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു തൊഴിൽ രംഗത്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലുള്ളൊരു ഉന്നതി ഈ സമയത്ത് സാധ്യമാകും. ശമ്പള വർധനവ് നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങളുടെ വേതനം, നിങ്ങളുടെ ലാഭം, നിങ്ങളുടെ പ്രതിഫലം ഇതെല്ലാം ഈ സമയത്ത് ഈ വ്യാഴമാറ്റത്തിന് ശേഷം പടിപടിയായി ഉയർന്നു വരും. അധ്യാപകർ, നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ബാങ്കിങ് മേഖലയുള്ളവർ, ഉപദേശകർ എന്നിവർക്ക് ഇത് വളരെ സുവർണകാലമായിരിക്കും. എന്നതുകൊണ്ട് സ്വയം സംരംഭം, ചെറുകിട ബിസിനസ്സുകൾ, വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കർമ്മരംഗമേതാണോ അതിന് തക്കതായ പ്രതിഫലം, നല്ല പ്രതിഫലം, ഉന്നതി ഉണ്ടാകുന്ന ഒരു കാലമാണ്. കർമ്മരംഗത്ത് ഉണർവുണ്ടാകും, ധനലാഭമുണ്ടാകും എന്ന് പറയുന്നത് വെറുതെ അല്ല. വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ 10ാം ഭാവം നിങ്ങളെ ദൈവികമായ കരങ്ങളാൽ അനുഗ്രഹിക്കും, യാതൊരുവിധ സംശയവുമില്ല. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ പ്രോജക്റ്റുകൾ ലഭിക്കുവാനും അവരുടെ സ്ഥാപനം വിപുലീകരിക്കുവാനും സാധിക്കും. ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വലിയ ബിസിനസ്സിലേക്ക് പോകുവാനുള്ള അവസരം ലഭിക്കും. അതിനുള്ള സാമ്പത്തിക പിന്തുണ ലഭിക്കും. വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടി ധനസ്ഥാനമായ 2ാം ഭാവത്തിലേക്കാണ് പതിക്കുന്നത്. അതുകൊണ്ട് ഒന്നിലധികം വഴികളിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്നു നിറയും, സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും. സാമ്പത്തിക രംഗം തീർച്ചയായും 10 മടങ്ങ് പുഷ്ടി പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ജൂൺ 2-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. മംഗളകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. 10ാം ഭാവത്തിലെ ഉച്ചവ്യാഴം വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വലിയ അനുഗ്രഹമാണ് നൽകുന്നത്. വിവാഹം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് സഫലീകൃതമാകുന്ന ഒരു സമയമാണ്. 10ലെ വ്യാഴം തൻ്റെ 7ാം ദൃഷ്ടി കൊണ്ട് നോക്കുന്നത് 4ാം ഭാവത്തെയാണ്. 4ാം ഭാവം സുഖസ്ഥാനവും കുടുംബ സൗഖ്യവുമാണ്. തടസ്സങ്ങൾ കാരണം മുടങ്ങിപ്പോയ വിവാഹ ആലോചനകൾ വളരെ പെട്ടെന്ന് പുനരാരംഭിക്കുകയും അനുകൂലമായ തീരുമാനത്തിലെത്തുകയും ചെയ്യും. വളരെ ദീർഘമായ ഒരു കാലയളവിൽ നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന വിവാഹ ബന്ധങ്ങൾ ഇപ്പോൾ സംഭവിക്കും. ഒരു മംഗള യോഗം
മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ട്. സദ്ഗുണസമ്പന്നരും കുടുംബസ്നേഹികളുമായ പങ്കാളികളെ ലഭിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് വഴിതെളിയും. വിവാഹശേഷം സ്വന്തമായി വീട് വയ്ക്കാനോ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വസ്തുവോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം കൂടി ഈ കാലയളവിൽ തെളിയുന്നതാണ്. ഇനി വിദ്യാഭ്യാസപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ജ്ഞാനകാരകനാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ 10ാം ഭാവത്തിലെ ഉച്ചസ്ഥിതി വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. പഠനകാര്യത്തിൽ ഏകാഗ്രത കുറഞ്ഞിരുന്ന കുട്ടികൾക്ക് മികച്ച ബുദ്ധിശക്തിയും പഠന മികവും കൈവരുന്ന അവസരമാണ്. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും മികച്ച വിജയം സ്വന്തമാക്കുവാൻ തീർച്ചയായും സാധിക്കും. അതുകൂടാതെ തന്നെ ഗവേഷണ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്തുവാനും അംഗീകാരം നേടുവാനും ഈ സമയം സഹായിക്കും. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വിസ സംബന്ധമായ തടസ്സങ്ങൾ മാറി അഡ്മിഷൻ ലഭിക്കും. വിദ്യാഭ്യാസ ലോണുകൾ ശരിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം ഈ ഉച്ചവ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. അതുകൂടാതെ മത്സര പരീക്ഷയിൽ പങ്കെടുത്തിരുന്നവർക്ക് ഉന്നത വിജയം അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നവർക്ക് പുതിയൊരു ജോലി, ഓരോ വ്യക്തികളുടെയും പഠനത്തിന് അനുസരിച്ചുള്ള പദവികൾ അംഗീകാരങ്ങളൊക്കെ ഈ സമയത്ത് തീർച്ചയായും സംഭവിക്കും. ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് 10ലെ വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവത്തിലേക്കാണ്. 6ാം ഭാവം ശത്രുക്കളുടെയും രോഗങ്ങളുടെയും സ്ഥാനമാണ്. മഹാഗുരുവിൻ്റെ ഈ ദൃഷ്ടി കാരണം നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ നീക്കങ്ങൾ പരാജയപ്പെടും. നിങ്ങൾക്കെതിരായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ പരാജയപ്പെടും. നിങ്ങളുടെ കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചിരുന്നോ അവരെല്ലാം നിഷ്പ്രഭരായി മാറി നിൽക്കുന്ന ഒരു നല്ല കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ വഴിത്താരകൾ, നിങ്ങളുടെ കർമ്മരംഗത്തുള്ള വഴിത്താരകൾ ഇനി ആർക്കും അടയ്ക്കുവാൻ, തടസ്സപ്പെടുത്തുവാൻ, വിഘ്നങ്ങൾ വരുത്തുവാൻ ആരാലും സാധ്യമല്ല. കാരണം വ്യാഴത്തിൻ്റെ ഒരു അനുകൂലമായ ദൃഷ്ടി, ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കർമ്മരംഗത്തുണ്ട്. നിങ്ങൾ ഒന്നിലും പരാജയപ്പെടില്ല. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ മതി. സത്യസന്ധമായി കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം കിട്ടും. നല്ല വിജയം ലഭിക്കും, നല്ല ഉന്നതി, അംഗീകാരം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ നിങ്ങളിറങ്ങി പ്രവർത്തിക്കണം. നിങ്ങൾ മുൻകാലങ്ങളിലെ പരാജയങ്ങളെ മാറ്റിവെക്കണം. മുൻകാലങ്ങളിലെ മടികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലസത അല്ലെങ്കിൽ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്നുള്ള മാറ്റിവെക്കുന്ന ഒരു മനോഭാവമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റിവെക്കുക, ഇറങ്ങി പൊരുതുക. നിങ്ങൾക്ക് നല്ല കാലമാണ് വരുന്നത്. കർമ്മരംഗം, നമ്മുടെ കർമ്മരംഗം ദൃഢമായിരുന്നാലേ നമുക്ക് പണമുണ്ടാക്കാൻ കഴിയൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് സമ്പത്ത് വരികയുള്ളൂ. നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് പണം ലഭിക്കില്ല. ഏതൊരു വ്യക്തിയും അവൻ അറിയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഏതൊരു വ്യക്തിയും അവൻ്റെ കഴിവിനൊത്ത കാര്യങ്ങൾ ചെയ്യണം. ഒരു കഴിവുമില്ലാത്ത, ഒന്നും അറിയില്ലാത്ത, ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്തവരായിട്ട് ആരും തന്നെ ഈ ലോകത്ത് അവശേഷിക്കുന്നില്ല. കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ലോകത്തോട് എന്തെല്ലാം കാര്യങ്ങൾ പറയാം. അത് കേൾക്കാൻ ആളുകൾ കാണും. അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ജീവിത അനുഭവങ്ങൾ അവർക്ക് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഷെയർ ചെയ്യാം ഈ ലോകത്തിനോട്. അത് കാതോർക്കുവാൻ വേണ്ടി പോലും ഒരുപാട് പേരുണ്ടാകുന്ന ഒരു വളരെ വിശാലമായ ടെക്നോളജിയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പോലും അതിൽ നിന്നും വരുമാനമുണ്ടാക്കി ജീവിതം പടുത്തുയർത്താൻ കഴിയുന്ന തരത്തിലുള്ള അനേകം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. കൊച്ചുകുട്ടികൾ പോലും പണം സമ്പാദിക്കുന്നു. അവരുടെ ജീവിതത്തിന് വേണ്ടി, അവരുടെ പഠനത്തിന് വേണ്ടി, അവരുടെ ജോലിക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി പണം സമ്പാദിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുന്ന എല്ലാം അറിയാവുന്ന, വിദ്യാഭ്യാസമുള്ള, ആരോഗ്യമുള്ള, മിടുക്കനായ, ശക്തനായ വ്യക്തിയായ നിങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നത്? 10ാം ഭാവത്തിലെ വ്യാഴം ഉച്ചനായി നിങ്ങൾക്ക് സർവ്വ കടാക്ഷങ്ങളും നൽകുവാൻ റെഡിയായി തയ്യാറെടുത്ത് ഇവിടെ കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനു മടിക്കണം? നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ പറ്റുന്ന
ഒരു അസുലഭ സന്ദർഭമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. അത് നിങ്ങൾ മുതലാക്കുക. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നെങ്കിലും അതിനെ പടുത്തുയർത്തി ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ മുകളിലേക്ക് പറന്നുയർന്ന് വിജയം വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് 10ാം ഭാവത്തിലെ ഈ ഉച്ചനായ വ്യാഴം നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അവസരം മുതലാക്കിയാൽ മാത്രം മതി, നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും എല്ലാം മാറും. ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും 9ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് ആയതിനാൽ തീർച്ചയായും മോചനം ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകും. വ്യാഴം ഉച്ചനാണെങ്കിലും 10ാം ഭാവത്തിൻ്റെ പൊതുവായ സ്വഭാവം കാരണം ചില സമയങ്ങളിൽ അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദങ്ങളും നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ധനപരമായ വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അത്തരമുള്ള അവസരങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ മാത്രമേ, അതായത് ജീവിതം ഒരു വെല്ലുവിളിയായി എടുത്ത് പൊരുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയൂ. അപ്പോൾ മാനസികമായ സമ്മർദ്ദമുണ്ടാകും. ചിലപ്പോൾ സ്വതവേ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കാനൊക്കെ തോന്നും. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ വെല്ലുവിളിയായി എടുത്തുകൊണ്ട് മറികടക്കണം. ചെറിയ ദോഷങ്ങൾ മാറാനും വ്യാഴത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുവാനും നിങ്ങൾക്ക് ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനെ പോയി കാണാൻ കഴിയുമെങ്കിൽ അതോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ഒക്കെ ഈ സമയത്ത് ചെയ്യുക. ശിവക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച തോറും ദക്ഷിണാമൂർത്തിക്ക് വഴിപാടുകൾ നടത്തുന്നത് നിങ്ങളുടെ കർമ്മരംഗത്തെ തടസ്സങ്ങൾ പൂർണ്ണമായും മാറുന്നതിന് സഹായിക്കും. കൂടാതെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നതും ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുന്നതും അത്യുത്തമമാണ്. എല്ലാത്തിലുമുപരി നിങ്ങളുടെ തൊഴിലിൽ പൂർണ്ണമായ സത്യസന്ധത പുലർത്തുകയും മുതിർന്നവരെ ബഹുമാനിക്കുകയും കൂടി നിങ്ങൾ ചെയ്യുക. കാരണം വ്യാഴം ഗുരുവാണ്, മഹാഗുരുവാണ്, ദേവഗുരുവാണ്. അപ്പോൾ നമ്മുടെ ഗുരുസ്ഥാനീയരായ വ്യക്തികളെ, പ്രായമായവരെ, മുതിർന്ന ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുക. അവർക്ക് ചെറിയ ചെറിയ സഹായം നമ്മളാൽ കഴിയുന്നത് ചെയ്താൽ മതി. അവരുടെ അനുഗ്രഹം നമ്മൾ വാങ്ങുക, ബഹുമാനിക്കുക, ഇതൊക്കെ ചെയ്യുക. അപ്പോൾ വ്യാഴം കുറെ കൂടി നമ്മളിലേക്ക് പ്രീതിയുള്ളതായി മാറും. ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഒരു അവസരവും, അങ്ങനെയുള്ള അവസരങ്ങൾ ഏത് കിട്ടിയാലും നിങ്ങൾ മാറ്റിവെക്കരുത്, അത് കളയരുത്. നിങ്ങളാൽ കഴിയുന്ന സഹായം ആർക്കും ചെയ്യണം. അത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യുക. സഹജീവികളോട് കരുണയുള്ള മനസ്സോടുകൂടി നിങ്ങൾ പെരുമാറുക. നമ്മളാൽ താഴ്ന്നവരെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്. നിസ്സഹായരെ ഒരിക്കലും നമ്മുടെ കാൽക്കീഴിലിട്ട് ചവിട്ടി തേയ്ക്കരുത്. അതുപോലെ നമുക്ക് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് എത്ര ചെറുതോ ആയിക്കോട്ടെ അത് ചെയ്തു കൊടുക്കണം. ആഹാരം, വസ്ത്രം, മരുന്ന് തുടങ്ങിയവ അർഹരായവർക്ക് കൊടുക്കണം. പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക്, ജന്തുജാലങ്ങൾക്ക് കുറച്ച് വെള്ളമോ ഒരു നേരത്തെ ആഹാരമോ, ഒരു വയറാഹാരം, ഒരു നേരം വിശപ്പടക്കാനുള്ള ആഹാരം നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ എന്തിനും കൊടുക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ വലിയ പുണ്യമാണ്. നമ്മുടെ ഭാഗ്യത്തിനെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണത്. തെരുവ് നായകളെ ഉപദ്രവിക്കാതിരിക്കുക. കാലദോഷങ്ങൾ മനഃപൂർവ്വം വരുത്തി വയ്ക്കാതിരിക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്. കാലഭൈരവൻ്റെ സന്തത സഹചാരികളാണ് ഈ തെരുവ് നായകളെന്ന് പറയുന്നത്. മഴക്കാലമാണ്, അത് നമ്മുടെ വീടിൻ്റെ അരികിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ തൊഴിൽ ഇടങ്ങളുടെ അരികിൽ നനയാതെ വന്ന് നിന്നാൽ നമ്മളതിനെ മൃഗീയമായി ഉപദ്രവിക്കുകയോ അടിച്ചോടിക്കുകയോ ഒന്നും ചെയ്യരുത്. അതൊക്കെ മഹാപാപമാണ്. കഴിയുമെങ്കിൽ അതിനൊരു ശകല ആഹാരം കൊടുത്ത് നോക്കുക. അത് കഴിച്ചിട്ട് അത് എവിടെയെങ്കിലും കിടന്നോളും, അല്ലെങ്കിൽ അത് ആ മഴ തോരുമ്പോൾ അത് അതിൻ്റെ ജോലി നോക്കി പോകും. ഇവയൊന്നും നമ്മുടെ ഒന്നും തട്ടിക്കൊണ്ട് പോകില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങൾ, ഈ സാധു ജീവജാലങ്ങൾ ഒന്നും നമ്മുടെ ഒന്നും ആഗ്രഹിക്കില്ല. അവർക്ക് വേണ്ടത് എന്താണ്? അല്പനേരം ഒന്ന് കിടക്കാൻ, തണലിൽ നിന്നോ മഴയിൽ നിന്നോ ഒന്ന് തലചായ്ക്കാൻ ഒരിടം, ഒരു നേരത്തെ വിശപ്പടക്കാൻ ഒരല്പം ആഹാരം, ദാഹം മാറ്റാൻ ഒരു ശകലം വെള്ളം, ഇത്രയും മതി. അല്ലാതെ നമ്മൾ ഈ മനുഷ്യരെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിർത്തി അവരെ വലിയവരാക്കുമ്പോൾ അവർ നമ്മൾക്ക് എന്തൊക്കെയാണ് പലരും ചെയ്തു തരുന്നത്. എല്ലാവരും എന്നല്ല, പല വ്യക്തികളും നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു തരുന്നത്. അവർ ആദ്യം ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്ഥാനം, നമ്മൾ ഏതൊരു പൊസിഷനിലാണ് ആ സ്ഥാനം കൈക്കലാക്കാൻ നോക്കും. നമ്മുടെ വാഹനം,
നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ തൊഴിലിടം, പിന്നെ അവർ നമ്മുടെ കുടുംബത്തിലേക്ക് വരും. നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകള്, അങ്ങനെ സർവ്വതും അവർ തട്ടിയെടുക്കുവാൻ ശ്രമിക്കുക. അത്രയും നിഷ്ഠൂരമായി പെരുമാറുന്ന, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിഷ്കരണം കൊലപ്പെടുത്താൻ പോലും മടിക്കാത്ത മനുഷ്യർ, എല്ലാവരുമല്ല, കുറേ പേരെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾ, ഈ സാധു മൃഗങ്ങൾക്കെല്ലാം നമ്മൾ ആഹാരമോ കിടക്കാനൊരിടമോ കൊടുത്താൽ അതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായി കടന്നു കയറില്ല, നമ്മുടെ ഒന്നിനെയും തട്ടിക്കൊണ്ടു പോകില്ല. നമ്മുടെ ജീവൻ അവർ എടുക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അവർ നമ്മളൊരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ പ്രപഞ്ച ശക്തികളോട് പ്രാർത്ഥിക്കും, ഈ വ്യക്തി ജീവിച്ചിരിക്കട്ടെ, ആരോഗ്യത്തോടു കൂടി ഇയാൾ ജീവിച്ചിരിക്കട്ടെ, ഇയാളുടെ കുടുംബം സന്തോഷമായി പുലർന്നു പോകട്ടെ. എന്തിനാണ്? ആ വ്യക്തി ഇതുപോലെ ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടു കൂടി, സമ്പത്തോടു കൂടി ജീവിച്ചിരുന്നാലേ എനിക്ക് നാളെയും ഒരു വയർ ആഹാരം കിട്ടുകയുള്ളൂ എന്ന് ആ മൃഗങ്ങൾ പ്രാർത്ഥിക്കും. അതാണ് നന്മ, അതാണ് നമുക്ക് കിട്ടുന്ന നേട്ടം. സത്യസന്ധരായിരിക്കുക, മറ്റുള്ളവരുടെ ഒന്നും അനർഹമായി തട്ടിയെടുക്കുവാൻ ആഗ്രഹിക്കാതിരിക്കുക, ഈശ്വര ചിന്തയോടുകൂടി മുന്നോട്ട് പോകുക. വ്യാഴം 10ാം ഭാവത്തിൽ തുലാം രാശിക്കാർക്ക് വളരെ നേട്ടങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും, എല്ലാ സന്തോഷവും ലഭിക്കും. ആരോഗ്യ സൗഖ്യവും സമ്പത്തും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ എല്ലാം ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട്, ഈ പ്രപഞ്ച ശക്തികളോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.